എമിറേറ്റ് ഫ്ലൈറ്റ്സിൽ എങ്ങനെ ഫ്രീ ആയിട്ട് വൈഫൈ യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യം ഓൺ എയറിലേക്ക് കണക്ട് ചെയ്യുക, എന്നിട്ട് ആ ലിങ്ക് കോപ്പി ചെയ്യുക, നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രൗസറിലോട്ട് ലിങ്ക് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് നേരെ കണ്ടിന്യൂ ഞെക്കുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നേരെ നമ്മൾ ആ സൈറ്റിലോട്ട് നമ്മൾ പോകും. ഇതെല്ലാം സ്റ്റാർ ലിങ്ക് വഴിയായിട്ടാണ് കണക്ട്. അപ്പോൾ അതിൽ നമുക്ക് 2 ഓപ്ഷൻ കാണും, ഫൈൻഡ് മൈ ബുക്കിങ്ങും പർച്ചേസ് വൈഫൈ. അതിൽ നമ്മൾ പർച്ചേസ് വൈഫൈ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് 3 പ്ലാൻസ് കാണും. അതിനകത്ത് മെസ്സേജ് മാത്രം യൂസ് ചെയ്യുന്നതും 30 മിനിറ്റ്സ് യൂസ് ചെയ്യുന്നതും പിന്നെ അണ്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ഈ റേറ്റ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് അയക്കേണ്ടതും എല്ലാം വരുന്നത് സ്കൈവേർഡ്സിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്കാണ്. അപ്പോൾ അത് ഈ സ്റ്റേ കണക്റ്റഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പർഷിപ്പ് നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ ഇനി മെമ്പർഷിപ്പ് ഉള്ളവരെന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫൈൻഡ് മൈ ബുക്കിങ്ങിൽ അതിനകത്തോട്ട് ഡീറ്റെയിൽസുകളെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് നമ്പറെല്ലാം എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ഓൺലി ചാറ്റ് ഫോർ ആപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞത് ഫ്രീ ആണ്. അതായെന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ എന്തൊക്കെ മെസ്സഞ്ചർ ഉണ്ടോ അതിനകത്തെല്ലാം നമുക്ക് മെസ്സേജ് അയക്കാൻ ഫ്രീ ആണ് അപ് ടു ലാൻഡിങ് വരെ. അപ്പം നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള 2 എണ്ണം ഉണ്ട്, 30 മിനിറ്റ്സ് പിന്നെ അണ്ടിൽ വി ലാൻഡ്, എന്ന് വെച്ചാൽ ഫുൾ ആക്സസ് ഉള്ളൂ. അപ്പോൾ ഫ്രീ മെസ്സേജിങ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കണക്റ്റ് കൊടുക്കാം. നമ്മൾ കുറച്ച് സെക്കൻഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം, കാരണം സ്റ്റാർ ലിങ്കുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒരു 4-5 സെക്കൻഡ്സ് ടൈം എടുക്കും. അപ്പോൾ നമ്മളങ്ങനെ കണക്റ്റായി. ഇനി നമുക്ക് നേരെ ഫേസ്ബുക്കിലും വാട്സപ്പ് മെസ്സഞ്ചറിലും പോയിട്ട് നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ അലോ ചെയ്യത്തുള്ളൂ, ഇമേജസ് ഒന്നും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.